കേരളത്തിലെ ട്രെയിൻ യാത്രകൾ ഇപ്പോൾ ജനങ്ങൾക്ക് ഭീതിയാവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് വർക്കലയിൽ 19കാരിയായ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സംഭവം നടന്നത്. അത് തീരുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു സംഭവം നടന്നിരിക്കുകയാണ്. ആദ്യ സംഭവം വർക്കലയിലാണ് നടന്നത്. ആലുവയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ കേരള എക്സ്പ്രസ് ട്രെയിനിൽ മദ്യലഹരിയിലായ സഹയാത്രികൻ 19കാരിയായ ശ്രീകുട്ടിയെ ചവിട്ടി പുറത്തേക്ക് തള്ളുകയായിരുന്നു. തലയ്ക്കും നട്ടെല്ലിനും ഗുരുതരമായ പരിക്കുകളോടെ ശ്രീകുട്ടി ഇപ്പോൾ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. ഈ കേസിൽ പ്രതിയായ പനച്ചിമൂട് സ്വദേശി സുരേഷ് കുമാർ റെയിൽവേ പോലീസിന് മുമ്പാകെ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇയാളെ റിമാൻഡ് ചെയ്തു. സംഭവം സംസ്ഥാനത്ത് വലിയ പ്രതിഷേധത്തിനും സാമൂഹ്യ മാധ്യമങ്ങളിലെ ചർച്ചയ്ക്കും കാരണമായിട്ടുണ്ട്. ഇതുമായി മുമ്പ് മറ്റൊരു സംഭവം നടന്നു. കൊല്ലം ശാസ്താംകോട്ടയ്ക്ക് സമീപം ഐലൻഡ് എക്സ്പ്രസ് ട്രെയിനിലാണ് ഭിന്നശേഷിക്കാരനായ ആലപ്പുഴ താമരക്കുളം സ്വദേശി നസർ എന്ന യുവാവിനെ സഹയാത്രികൻ മർദ്ദിച്ചത്. മുഖത്ത് പരിക്കേറ്റ നസറിനെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിന് ശേഷം പ്രതി ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് യാത്രക്കാർ പറഞ്ഞത്. തുടർച്ചയായി ഉണ്ടാകുന്ന ഈ സംഭവങ്ങൾ ട്രെയിൻ യാത്രയുടെ സുരക്ഷയെപ്പറ്റി വലിയ സംശയങ്ങൾ ഉയർത്തിയിരിക്കുകയാണ്. സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും പോലും ട്രെയിനിൽ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ ഭയം തോന്നുന്ന അവസ്ഥയാണ്. രാത്രി യാത്രകളിൽ പോലീസ് സുരക്ഷയും ക്യാമറ നിരീക്ഷണവും ശക്തമാക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നു. ഇതോടെ സംസ്ഥാനത്ത് ട്രെയിൻ സുരക്ഷിതമാണോ എന്ന ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. യാത്രയ്ക്ക് സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നതാണ് സമൂഹത്തിന്റെ ആവശ്യം. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.